ഇന്ത്യയിലെ ജെൻസി പോപ്പുലേഷൻ വളരെയേറെ വിവരവും വിവേകവും ഉള്ളവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ കൂടുതൽ തെളിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന് വലിയൊരു പ്രതീക്ഷയാണ് വളർന്നു വരുന്ന വിവേകമുള്ള ഒരു ജെൻസി തലമുറ നൽകുന്നത്. ഇവർ മന്ദഭക്തരായ സംഖ്യകളെ പോലെയല്ല, മറിച്ച് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യഗൗരവമുള്ള ആളുകളാണ് എന്ന് സൂചിപ്പിക്കുന്ന ഏതാനും വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു. ഈ ലേറ്റസ്റ്റ് വീഡിയോ ഉടനെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിൽ നിന്നുള്ളതാണ്. ഏതാണ്ട് 10-13 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു കൊച്ചുകുട്ടി പ്രായമായ ഒരു മന്ദഭക്ത സംഖ്യയുടെ വിവേകമില്ലായ്മയും പൊള്ളത്തരവും മാധ്യമങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നതാണ് ഇത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 1997-നും 2012-നും ഇടയിൽ ജനിച്ച ആളുകളെയാണ് ജെൻസി എന്ന് വിളിക്കുന്നത്. ഇന്റർനെറ്റിന്റെയും സ്മാർട്ട് ഫോണിന്റെയും ഇടയ്ക്ക് ജനിച്ചു വളർന്ന ഏറ്റവും പുതിയ ജനറേഷൻ ആളുകൾ. ഈ കുട്ടികൾ പല രാജ്യങ്ങളുടെയും അഴിമതിക്കാരായ ഭരണാധികാരികളെ ഭരണത്തിൽ നിന്നിറക്കി രാജ്യത്തു നിന്നും ആട്ടി ഓടിച്ചതും ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. മോദിയുടെ കള്ളത്തരത്തിന്റെയും ഫേക്ക് പ്രോമിസുകളുടെയും യാഥാർത്ഥ്യം ഇന്ത്യയിലെ ജെൻസിക്ക് വളരെ വ്യക്തമായി അറിയാം എന്ന് കാണിക്കുന്ന ബീഹാറിൽ നിന്നുള്ള ഈ വീഡിയോ പൂർണ്ണ അന്ധത ബാധിച്ച ചില മന്ദഭക്തരുടെയെങ്കിലും കണ്ണു തുറപ്പിക്കുമെന്ന് ആത്മാർത്ഥമായി പ്രത്യാശിക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ ആളുകളോട് ആരാഞ്ഞുകൊണ്ട് ഒരു സ്വതന്ത്ര മാധ്യമപ്രവർത്തകൻ അവിടെ ഇരിക്കുന്ന പ്രായം ചെന്ന ചില ആളുകളോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. क्या हाल है चाचा? किसकी सरकार बनवा रहे हैं? जो सरकार है वही रहेगा। एनडीए? हाँ। क्यों? हाँ? कुछ काम किया है? हाँ, जैसे रोड। എന്തുണ്ട് വിശേഷം മുത്തശ്ശ? ആരുടെ സർക്കാരാണ് വരാൻ പോകുന്നത്? അതിന് മറുപടിയായി ഈ പ്രായം ചെന്ന മുത്തശ്ശൻ പറയുന്നത് ഇപ്പോൾ ആരുടെ സർക്കാരാണോ അവർ തന്നെയാണ് വീണ്ടും ഭരണത്തിൽ വരാൻ പോകുന്നത്. NDA എന്നാണോ ഉദ്ദേശിച്ചത്? അതെ. എന്തുകൊണ്ടാണ് അത്? ചില കാര്യങ്ങൾ ചെയ്തു. എന്ത് കാര്യങ്ങൾ? റോഡ് ഉണ്ടാക്കി. അദ്ദേഹം ഇത് പറയുമ്പോൾ ഒരു കൊച്ചുകുട്ടി താഴെ നിന്ന് എന്തോ പറയുകയാണ്. ഇത് കേട്ട് മാധ്യമപ്രവർത്തകൻ ആ കുട്ടിയുടെ നേരെ തിരിയുന്നു. അപ്പോൾ കുട്ടി പറയുകയാണ് ഒരു കാര്യവും ചെയ്തില്ല, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ വാഗ്ദാനം നൽകി ബീഹാറിനെ പൂർണ്ണമായി നശിപ്പിക്കുകയാണ് ചെയ്തത്. കാര്യങ്ങൾ ചെയ്തെന്നോ? കാര്യങ്ങൾ ചെയ്തെന്ന് മിണ്ടി പോകരുത്. കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നോ? എന്ത് കാര്യമാണ് ചെയ്തത്? ഒന്ന് പറഞ്ഞു തരൂ. അപ്പോൾ പ്രായം ചെന്നയാൾ പറയുകയാണ് വളരെയധികം കാര്യങ്ങൾ ചെയ്തു. കുട്ടിക്ക് എന്തറിയാം? घोटाला में पकड़े ना, पकड़ा है कि नहीं पकड़ा है? घोटाला पैसा चोरी में पकड़ा है कि नहीं? मोदी जी और कौन? അപ്പോൾ ആ കുട്ടി പറയുന്ന മറുപടി എത്ര ശരിയും അർത്ഥവത്തും ആണ് എന്ന് കേട്ടുകൊള്ളൂ. വലിയ അഴിമതി ചെയ്ത് പിടിക്കപ്പെടുമ്പോൾ ജയ് ശ്രീറാം വിളിക്കും. അഴിമതിയിൽ പിടിക്കപ്പെട്ടില്ലേ? അഴിമതി ചെയ്തത് പിടിച്ചോ ഇല്ലയോ? പണം മോഷ്ടിച്ചതിനെ പിടിച്ചോ ഇല്ലയോ? അപ്പോൾ ആരെയാണ് എന്ന് അടുത്തിരിക്കുന്നയാൾ ചോദിക്കുകയാണ്. മോദി ജി और कौन? മോദിയെ അല്ലാതെ ആരെയെന്ന് കുട്ടിയുടെ മറുപടി. घोटाला में पकड़ा है? इलेक्ट्रॉन बॉन्ड की बात कर रहा है। इलेक्ट्रॉन बॉन्ड की ना, बस लालू यादव हल्का घोटाला किया नहीं किया, लेकिन उसको फंसा के जेल पिटवाया गया। जब वो किया तो उसको क्या नहीं जेल पिटवाया गया? बताओ चाचा, पिटवाया लड़का कहाँ कह रहा है? बोलने दीजिए ना लड़का को। എവിടെയാണ് മോഷണം നടത്തിയത്? ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൊള്ളയടിച്ചതിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് മാധ്യമപ്രവർത്തകൻ ക്ലാരിഫൈ ചെയ്യുന്നു. ലാലു യാദവ് അഴിമതി ചെയ്തോ ഇല്ലേ എന്ന് തെളിഞ്ഞില്ല. എന്നാൽ അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ച് ജയിലിൽ അടച്ചു. എന്നാൽ മോദിയും കൂട്ടരും അഴിമതി ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ജയിലിൽ അടയ്ക്കാത്തത്? ലേഖകൻ പ്രായം ചെന്ന ആളോട് ചോദിക്കുകയാണ്. ഇതിന് മറുപടി പറയൂ മുത്തശ്ശ. അതിന് പ്രായം ചെന്ന സംഖ്യയ്ക്ക് മറുപടിയില്ല. പറയുകയാണ് കുട്ടി പറയട്ടെ എന്ന്. കേട്ടല്ലോ അല്ലേ? ഈ കൊച്ചുകുട്ടി പ്രായം ചെന്ന മന്ദഭക്തന് രാജ്യത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് മുഖമടച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ വലിയ വികസനമാണ് നടന്നിരിക്കുന്നത് എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ആ കെട്ടിടത്തിന്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ, ആ തെരുവിന്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ ബീഹാറിൽ 20 വർഷമായി ഭരിക്കുന്ന മോദിയുടെ ട്രബിൾ എഞ്ചിൻ സർക്കാർ നടത്തിയ വികസനം എന്താണ് എന്ന് വ്യക്തമാകും.
രാജ്യത്തെ കൊച്ചുകുട്ടികൾക്കെല്ലാം വലിയ വിവേകം വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം. ഈ കുട്ടിക്ക് ഒരു 15 വയസ്സ് പോലും ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ഒരു 10-13 വയസ്സിൽ കൂടുതൽ ഉണ്ടാവില്ല. എന്നാൽ ഈ വളരെ ചെറിയ പ്രായത്തിലും മോദിയുടെ പൊള്ളത്തരം എന്താണ് എന്ന് ആ കൊച്ചു കുട്ടിക്ക് വരെ മനസ്സിലായി എന്ന് പറയുമ്പോൾ കേരളത്തിലെ തലച്ചോറില്ലാത്ത മന്ദഭക്തരുടെ കാര്യം ഓർക്കേണ്ടത് തന്നെയാണ്. എന്നാൽ അവരൊന്നും അവരുടെ ജീവിതകാലത്തിൽ നന്നാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സോഷ്യൽ മീഡിയയിലൂടെ അവരിടുന്ന കമന്റുകൾ കാണുമ്പോൾ തന്നെ ഇത് വ്യക്തമാവും. അതിന് കാരണം എന്താണ്? പരിപൂർണമായി തലച്ചോറിന്റെ ഒരു അംശം പോലും ഇല്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അല്പമെങ്കിലും ചിന്തിക്കാനുള്ള, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഉണ്ടാവുമായിരുന്നു. ആ ചെറിയ തലച്ചോർ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ വലുതായി വന്ന് സാമാന്യ വിവേകമെങ്കിലും ഉണ്ടാവും. പക്ഷെ അതിന് അല്പം ചെറിയ തലച്ചോറെങ്കിലും വേണം എന്നുള്ളതാണ് പ്രശ്നം. തലച്ചോറില്ലായ്മയ്ക്ക് ഇതുവരെ ലോകത്ത് യാതൊരു ചികിത്സയും കണ്ടുപിടിച്ചിട്ടില്ല. അതിനാൽ കേരളത്തിലെ മന്ദഭക്തർ എല്ലാം ഇതേപടി തുടരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ വിവേകമുള്ള ഒരു പുതിയ തലമുറ വളർന്നു വരുമ്പോൾ രാജ്യത്ത് എന്താണ് മോദിയുടെ കീഴിൽ സംഭവിക്കുന്നത് എന്ന് അവർക്ക് വളരെ വേഗം വ്യക്തമാകും. അതുപോലെ ലോകമെല്ലാം മുന്നോട്ട് കുതിക്കുന്ന കാര്യവും അവർക്ക് മനസ്സിലാവും. അത് വളരെയേറെ പ്രത്യാശ നൽകുന്ന കാര്യമാണ് എന്ന് പറയാതെ വയ്യ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?